ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു MCQ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൊഡ്യൂൾ 5ഉം 8ഉം ആണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ 5ാമത്തെ മൊഡ്യൂളും 8ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? 5ാമത്തെ മൊഡ്യൂൾ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. 8ാമത്തെ മൊഡ്യൂളിൽ എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും അറിയാവുന്നതുപോലെ കമന്റ് ചെയ്യുക. ഓക്കെ, first question. The rate of payment is made for 100 cubic in case of rock cutting, earthwork in excavation, excavation in trenches and foundation, all of this. Question വായിച്ചു നോക്കുക, ആൻസർ ചെയ്യുക. മാക്സിമം എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ജംഷീർ ബി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കി എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, വായിച്ചിട്ട്. The rate of payment. ഓക്കെ, മുബാർക്ക് ബി ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നോർമലായിട്ട് നമ്മൾ മെഷർമെന്റ് യൂണിറ്റും ഉണ്ട്, പേയ്മെന്റ് യൂണിറ്റും ഉണ്ട്. അത് ആദ്യമേ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. പേയ്മെന്റ് യൂണിറ്റും ഉണ്ട്, മെഷർമെന്റ് യൂണിറ്റും ഉണ്ട്. രണ്ട് രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദിസ് ആണ്, ഡി ആണ് കേട്ടോ. മൂന്നും നമ്മൾ റേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് 100 മീറ്റർ ക്യൂബിലായിരിക്കും. ഓക്കെ, അല്ലാതെ നമ്മൾ മെഷർമെന്റ് യൂണിറ്റ് എടുക്കുമ്പോൾ ഓരോന്നിനും ചിലപ്പോൾ 10 മീറ്റർ ക്യൂബ് വരാം, അല്ലെ, പെർ മീറ്റർ ക്യൂബ് വരാം, അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷെ പേയ്മെന്റ് റേറ്റ് 100 മീറ്റർ ക്യൂബിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ടോട്ടൽ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ്, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക് യൂഷ്വലി അക്കൗണ്ട് ഫോർ 3%, 18%, 8%, 20%. The total estimated cost of a building, sanitary and water supply work usually account for. ഓക്കെ, എല്ലാവരും ആൻസർ പറയുക. ശ്രേയ സി ആണ് പറഞ്ഞേക്കുന്നത്, 8%. നിങ്ങൾ എസ്റ്റിമേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എസ്റ്റിമേഷനിൽ വരുന്ന എല്ലാ പെർസെൻറ്റേജുകളും സെപ്പറേറ്റ് എഴുതി തന്നെ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും നോക്കാനായിട്ട്. സോ നമ്മുടെ ഈ ബിൽഡിംഗ്, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വരുന്ന എന്തിലാണ്? ലംസത്തിലാണ് വരുന്നത്, അല്ലെ, ലംസം. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 8% കേട്ടോ. പറഞ്ഞവരെല്ലാം കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, 8%. ഈ 8% അല്ലെങ്കിൽ ഈ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വരുന്ന എവിടെയാണ്? ലംസത്തിലാണ്, അല്ലെ, ലംസത്തിൽ. ലംസം എത്ര പെർസെന്റേജ് ആണ്? അറിയാവുന്നൊരു കമന്റ് ചെയ്ത്. ലംസം ഇതാണ് നമ്മുടെ നോർമലായിട്ട് എസ്റ്റിമേഷനിൽ വരുന്ന പെർസെന്റേജുകൾ. ഓക്കെ, നിങ്ങൾ നോട്ട് കിട്ടുമ്പോഴത്തേനും വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതാണ് നമ്മുടെ ലംസം എന്ന് പറയുന്നത്. ലംസം ടോട്ടൽ ആയിട്ട് വരുന്നത് 20% ആണ്, കണ്ടേ, 20%. ഈ 20%നെ എങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നു അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇലക്ട്രിഫിക്കേഷൻ ചാർജ് 8%, അതെ 8%, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി 8%, ഫിറ്റിംഗ്സ് ഓർ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് 4%. ഇങ്ങനെയാണ് 8, 8, 16, 4, 20 വരുന്നത്. ഓക്കെ, ഇതിൽ ഓരോന്നും നമ്മുടെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ ആൻസർ 8%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് ഓഫ് ബിൽഡിംഗ്? ഒരു ബിൽഡിംഗിന്റെ യൂട്ടിലിറ്റി പീരീഡിന്റെ എൻഡിൽ വരുന്ന സ്ക്രാപ്പ് വാല്യൂ എത്ര ശതമാനമായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്? 5%, 10%, 6%, 3%. ഓക്കെ, എല്ലാവരും ബിയും എയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 10% ആണ്. സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് എസ്റ്റിമേറ്റ് ഇസ് കോൾഡ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? ഏത് എസ്റ്റിമേറ്റിനെയാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്? വെച്ചാൽ ഈ 4 ഓപ്ഷനിൽ ഏതാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൽ വരുന്നത്? ഓക്കെ, പ്ലിന്ത് ഏരിയ, ഡീറ്റെയിൽഡ്, ദെൻ അബ്സ്ട്രാക്ട്, ദെൻ പ്രിലിമിനറി.
നമുക്ക് എസ്റ്റിമേറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റും ഉണ്ട്, ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റും ഉണ്ട്. ഇതിൽ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിൽ വരുന്നതാണ് ഏതെല്ലാം? നമ്മുടെ നോർമൽ ആയിട്ട് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് അല്ലെ, ക്യൂബിക് കണ്ടന്റ്, അത് അങ്ങനെയുള്ള വരുന്നതെല്ലാം നോർമൽ ആയിട്ട് എടുക്കുന്ന റഫ് ആയിട്ട് എടുക്കുന്ന എല്ലാം റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിൽ വരും. ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൽ വരുന്ന ഏതാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് അല്ലെ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ദെൻ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, ദെൻ റിപ്പയർ ആൻഡ് ആനുവൽ അല്ലെ, അത് ആനുവൽ റിപ്പയർ വർക്ക്സ്, അതെല്ലാം വരുന്നത് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിലാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാൽവ്സ് പ്രൊവൈഡഡ് ടു റിമൂവ് ദി അക്യൂമുലേറ്റഡ് സിൽറ്റ് ഈസ് കോൾഡ്. അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന സിൽറ്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് വാൽവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, മഡ് വാൽവ്, സ്കോർ വാൽവ്, ബ്ലോ ഓഫ് വാൽവ്, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, ഐശ്വര്യ, ഡോണ, മുബാറക്ക്, ബാക്കിയുള്ളവർ കമന്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. ഓക്കെ, ഓൾ ഓഫ് ദി അബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ടർ ടാപ്സ് ആർ ഓൾസോ നോൺ ആസ്. വാട്ടർ ടാപ്പ്, വാട്ടർ ടാപ്സ് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ബിബ് കോക്സ്, ഗൂസ് നെക്ക്, ഫെറൂള്, സ്റ്റോപ്പ് കോക്സ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ബിബ് കോക്സ് എന്നാണ് അല്ലെ. വാട്ടർ ടാപ്പ്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടാപ്പിനെ വിളിക്കുന്ന പേര് ബിബ് കോക്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ പോർട്ടബിൾ വാട്ടർ ദ എമൗണ്ട് ഓഫ് ക്ലോറൈഡ് ഷുഡ് നോട്ട് എക്സീഡ്. For potable water, the amount of chloride should not exceed 250 parts per million. Correct ആണ്. 250 parts per million അല്ലെങ്കിൽ 250 milligram per liter. Next question. The theoretical time taken by a particle of water to pass between entry and exit of a settling tank is known as. The theoretical time taken by a particle of water to pass between entry and exit of settling tank is known as. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഡിറ്റൻഷൻ പീരീഡ് ആണ് അല്ലെ. അതായത് എൻട്രി മുതൽ എക്സിറ്റ് വരെ എത്ര ടൈം ഡീറ്റെയിൻ ചെയ്യുന്നു ആ ഒരു സെറ്റിലിംഗ് ടാങ്കിൽ അല്ലെ, ആ ടൈം പീരീഡിനെ വിളിക്കുന്ന പേര് ഡിറ്റൻഷൻ പീരീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാൽവ് ഈസ് an automatic device which allows water to go one direction only. ഒരു ഡയറക്ഷനിൽ മാത്രം വെള്ളത്തിന്റെ പാസേജിനെ അനുവദിക്കുന്ന വാൽവ് ഏതാണ്? റിലീഫ് വാൽവ്, സ്ലൂയിസ് വാൽവ്, സ്കോർ വാൽവ്, റിഫ്ലക്സ് വാൽവ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് റിഫ്ലക്സ് വാൽവ് ആണ്. റിഫ്ലക്സ് വാൽവിന്റെ മറ്റൊരു പേര് പറയൂ. റിഫ്ലക്സ് വാൽവിനെ വിളിക്കുന്ന വേറൊരു പേര് എന്താണ്? ഓക്കെ, ചെക്ക് വാൽവ് എന്നാണ് അല്ലെ. റിഫ്ലക്സ് വാൽവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ സ്ലൂയിസ് വാൽവും സ്കോർ വാൽവും എന്താണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, കിച്ചൺ, എക്സെട്ര. ഓക്കെ, ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, കിച്ചൺ, എക്സെട്ര. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് സള്ളേജ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, it is constructed to provide a connection between a high level branch sewers to low level main sewer with a minimum amount of disturbances. Drop manhole, manhole, catch basin, inlet.
ഓക്കെ, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ഡ്രോപ്പ് മാൻഹോൾ ആണ്. ഈ ഒരു രീതിയിലായിരിക്കും ഡ്രോപ്പ് മാൻഹോൾ ഇരിക്കുന്നത്. ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ ഏകദേശം ഈ ഒരു ലെവൽ ഡിഫറൻസ് ഏകദേശം ഒരു 0.75 മീറ്റർ, അതാണ് നമ്മൾ നോർമലായിട്ട് പറയുന്നത്. ഇത്രയും ഒരു ലെങ്ത് മീൻസ് ഒരു ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാൻഹോൾ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് കുത്തനെ ആയിരിക്കും ഈ ഒരു വേസ്റ്റ് വന്ന് വീഴുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡ്രോപ്പ് മാൻഹോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The quantity of liquid waste which flows in sewers during the period of rainfall is known as outfall sewage, septic sewage, chemical sewage, storm sewage. Okay, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. സ്റ്റോം സീവേജ് ആണ് അല്ലെ, സ്റ്റോം സീവേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The volume is measured correct to the nearest of. Volume is measured correct to the nearest of. ഓക്കെ, നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് എടുക്കുന്നത് കറക്റ്റ് ടു ദി നിയറസ്റ്റ് ഓഫ് 0.01 മീറ്റർ ആണ്. ഏരിയ ആണെങ്കിൽ 0.01 മീറ്റർ സ്ക്വയർ ആൻഡ് വോളിയം 0.01 മീറ്റർ ക്യൂബ്. സോ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, 0.01 മീറ്റർ ക്യൂബ്. ഇതിൽ ഇപ്പം 0 എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി എക്സ്പെക്ടഡ് ഔട്ട് ടേൺ ഫോർ earthworking excavation in ordinary soil per masdoor per day is. എക്സ്പെക്ടഡ് ഔട്ട് ടേൺ, ഔട്ട് ടേൺ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു സിംഗിൾ ഡേയിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഔട്ട് ടേൺ എന്ന് പറയുന്നത്. സോ അത് ഓർഡിനറി സോയിൽ ആണെങ്കിൽ എത്രയാണ്? 1 മീറ്റർ ക്യൂബ്, 3 മീറ്റർ ക്യൂബ്, 2 മീറ്റർ ക്യൂബ്, 4 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് ഔട്ട് ടേൺ എന്ന് പറയുന്നത്. ഓരോ ടൈപ്പ് വർക്കുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് കണ്ടോ, ഓരോന്ന് ഇത് ഈ ഒരു കോളത്തിലും ഉണ്ട്, ഈ ഒരു കോളത്തിലും ഉണ്ട്. സോ ജസ്റ്റ് റെഫർ ചെയ്യുക. സോ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 3 മീറ്റർ ക്യൂബ് ആണ് നോർമൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എക്സ്പെക്ടഡ് ഔട്ട് ടേൺ ഫോർ ഓർഡിനറി വർക്ക്. ഓക്കെ, ഓർഡിനറി സോയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of cost of labor to the total cost of a building. 1:10, 1:4, 1:1, 6:1. 6:10. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 1:4 ആണ് റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ലേബർ ടു ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. A work costing less than ₹20,000 is termed as. A work costing less than ₹20,000 is termed as. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പെറ്റി വർക്ക് ആണ്. ബാക്കിയുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The estimated quantity of cement required in cement mortar per cubic meter will be. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഇൻ സിമെന്റ് മോർട്ടാർ 1:6 ആണ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എത്ര ബാഗ് ആണ് വേണ്ടത്? ഓക്കെ, 1:6 യൂസ് ചെയ്യുമ്പോൾ എത്ര ബാഗ് ആണ് ക്യൂബിക് മീറ്ററിൽ വേണ്ടത്? നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രൈ വോളിയം ഫാക്ടർ 1.33 അല്ലെ. 1.33 ഡ്രൈ വോളിയം ഫാക്ടർ ആണ് ഫോർ മോർട്ടാർ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാട്ടോ. ഞാനിവിടെ അത് കാൽക്കുലേഷന്റെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ, ഓക്കെ അറിയാം. ഓക്കെ, മുബാറക്ക്, ഐശ്വര്യ, അനന്തു എല്ലാവരും എ ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവരോട് ചെയ്യാൻ ശ്രമിക്കുക.
ഇൻ കേസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് നോക്കിയാൽ മതിയാവും കേട്ടോ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. സോ 1.33 ആണ് നമ്മുടെ ഡ്രൈ വോളിയം ഫാക്ടർ. സോ 1 മീറ്റർ ക്യൂബിന് വരുമ്പോൾ 1.33 മീറ്റർ ക്യൂബ് എന്ന് വരും ഡ്രൈ വോളിയം. എന്നിട്ട് എന്ത് ചെയ്യും നമ്മള്, അതേ ഇൻറ്റു സിമെന്റിന്റെ ആ ഒരു റേഷ്യോ അല്ലെ 1/7 വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അതിന് എത്ര ബാഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കണം. സോ കിലോഗ്രാമിലുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സിമെന്റിന്റെ എന്താണ് ഡെൻസിറ്റി 1440 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 50 കിലോഗ്രാം ആണ് അല്ലെ ഒരു ബാഗ് എന്ന് പറയുന്നത്. സോ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 5.472 എന്ന് കിട്ടും. അത് പ്രകാരം നമ്മുടെ വാല്യൂ ഇസ് 5.6 ബാഗ്സ്. ഓക്കെ, ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The area of cross section of trapezoidal section is of formation with B, central depth D, side slope S is. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ ആണ് ഒരു ട്രപ്പിസോഡൽ സെക്ഷന്റെ അല്ലെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കളർ ഓഫ് ഫ്രഷ് സീവേജ് ഈസ്. ഫ്രഷ് സീവേജിന്റെ കളർ എന്താണ്? ഓക്കെ, ഡോണ ബി. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാം കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദി കളർ ഓഫ് ഫ്രഷ് സീവേജ് ഈസ് ഗ്രേ കളർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, the minimum depth of water seal in a good trap is. The minimum depth of water seal in a good trap is. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് എല്ലാവരും പറഞ്ഞത്. 2.5 മുതൽ 7.5 സെന്റിമീറ്റർ വരെയാണ്. ഇത് കറക്റ്റ് ഒരു വാല്യൂ പറയുകയാണെങ്കിൽ 4.5 സെന്റിമീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം. സോ ആൻസർ വരുന്നത് എ ആണ്, 2.5 to 7.5 സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The effluent from septic tank is discharged into drainage, sewer, oxidation pond, soft pit. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് സോഫ്റ്റ് പിറ്റിലേക്കാണ് അല്ലെ. സെപ്റ്റിക് ടാങ്കിന്റെ കണക്ഷൻ കൊടുത്ത് നമ്മൾ സോഫ്റ്റ് പിറ്റിലേക്കായിരിക്കും എഫ്ലുവന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൈപ്പ് ത്രൂ വിച്ച് ലിക്വിഡ് വേസ്റ്റ് ക്യാരിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഫ്ലോസ്. ദി പൈപ്പ് ത്രൂ വിച്ച് ലിക്വിഡ് വേസ്റ്റ് ക്യാരിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഫ്ലോസ്. വേസ്റ്റ് പൈപ്പ്, വെന്റ് പൈപ്പ്, സോയിൽ പൈപ്പ്, ഓൾ ഓഫ് ദിസ്. ഓക്കെ, കറക്റ്റ് ആണ്, സോയിൽ പൈപ്പ് എന്നാണ് വിളിക്കുന്നത്. ഹ്യൂമൻ എക്സ്ക്രീറ്റ പാസ് ചെയ്യുന്ന പൈപ്പിനെ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർബേജ് ഈസ് എ സെമി ലിക്വിഡ് വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ്, നൺ ഓഫ് ദിസ്. ഓക്കെ, എല്ലാവരും ബി ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. സെമി ലിക്വിഡ് വേസ്റ്റ് അല്ല, ഡ്രൈ വേസ്റ്റ് ആണ്. ഗാർബേജ് എന്ന് പറയുന്നത് ഡ്രൈ വേസ്റ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എസ്റ്റിമേഷൻ യൂസിംഗ് ദി ലോങ് ആൻഡ് ഷോർട്ട് വോൾ മെത്തേഡ്, ദി ലെങ്ത് ഓഫ് ലോങ് വോൾ ഇസ് ദി സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വോൾസ് ആൻഡ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നല്ലപോലെ വായിച്ചിട്ട് പറയാം. 1/4 breadth of wall on each side, breadth of the wall, half breadth of the wall on each side. For estimation using long wall short wall method, the length of long wall is the center to center distance between walls and. Okay, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിൽ ലെങ്ത് ഓഫ് ലോങ് വോൾ ഈസ് ഈക്വൽ ടു സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഫ്രം ഹാഫ് ബ്രെഡ്ത്ത് ഓൺ വൺ സൈഡ് പ്ലസ് ഹാഫ് ബ്രെഡ്ത്ത് ഓൺ അനദർ സൈഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയും പറയാം, സെന്റർ ടു സെന്റർ ലെങ്ത് പ്ലസ് 1 ബ്രെഡ്ത്ത് എന്ന് പറയാം. അതുപോലെ ഷോർട്ട് വോൾ വരുമ്പോൾ അത് മൈനസ് ആകും അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ഹാഫ് ബ്രെഡ്ത്ത് ഓഫ് വോൾ ഓൺ ഈച്ച് സൈഡ്. ഓരോ സൈഡിലെയും ഹാഫ് ബ്രെഡ്ത്ത് നമ്മൾ കൗണ്ട് ചെയ്യണം അല്ലെ. സോ ആൻസർ വരുന്നത് കറക്റ്റ് ആണ്, സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദി ഫോളോയിങ്. ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയും തമ്മിൽ മാച്ച് ചെയ്യുക. ഓക്കെ, സോൺ ഓഫ് ഡീഗ്രഡേഷൻ, സോൺ ഓഫ് റീകവറി, സോൺ ഓഫ് ആക്റ്റീവ് ഡികമ്പോസിഷൻ, സോൺ ഓഫ് ക്ലീനർ വാട്ടർ. അതുപോലെ ലിസ്റ്റ് ബിയിൽ വരുന്നത് ആൽഗെ റീഅപ്പിയേഴ്സ് വൈൽ ഫംഗൈ ഡിക്രീസസ്, അൺഫേവറബിൾ ടു ദി ഡെവലപ്മെന്റ് ഓഫ് അക്വാട്ടിക് ലൈഫ്, അപ്പിയറൻസ് ഓഫ് യൂഷ്വൽ അക്വാട്ടിക് ലൈഫ്, ബാക്ടീരിയ ആൻഡ് ഫ്ലോറ
ഫ്ലറിഷസ്. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന എന്ന് വെച്ചാൽ മാച്ച് ചെയ്ത് പറയും. തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൺ ഓഫ് ഡീഗ്രഡേഷൻ. ഓക്കെ, ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്? ഇത് ഫസ്റ്റ് അല്ലെ, സോൺ ഓഫ് ഡീഗ്രഡേഷന് ശേഷം വരുന്ന ഏതാണ്? സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് സോൺ ഓഫ് റീകവറി, പിന്നെ സോൺ ഓഫ് ക്ലീനർ വാട്ടർ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് 1, ഇത് 2, ഇത് 3. ഓർഡറിൽ എഴുതുക എന്നുള്ള രീതിയിലും എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് നേരത്തെ കേട്ടോ. ഓർഡറിൽ എഴുതുക സോണുകളെ. 1, 2, 3, 4 ഇതാണ് ഓർഡർ. അതിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ഏതാണ്? ഇതിൽ ചിലപ്പോൾ ആക്റ്റീവ് ഡീകമ്പോസിഷൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൽ ഏതാണെന്നുള്ളത്. ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ പ്രയാസം കാണത്തില്ല. സോൺ ഓഫ് ഡീഗ്രഡേഷൻ, അതായത് നമ്മളിപ്പോ ഒരു റിവറിലേക്ക്, ഒരു റിവർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ റിവറിലേക്ക് നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ടു. ഓക്കെ, വേസ്റ്റ് കൊണ്ടിടുമ്പോൾ എന്ത് സംഭവിക്കും? വേസ്റ്റ് കൊണ്ടിടുമ്പോൾ അവിടുത്തെ ഡിസോൾവ് ഓക്സിജന്റെ കണ്ടന്റ് കുറയുന്നു അല്ലെ. പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡിസോൾവ് ഓക്സിജന്റെ കണ്ടന്റ് കുറയുന്നു. എബൌട്ട് 40% കുറയുന്നു. ആ ഒരു പ്രോസസ്സാണ് സോൺ ഓഫ് ഡീഗ്രഡേഷനിൽ സംഭവിക്കുന്നത് അല്ലെ. ഈ ഒരു സോണിൽ അല്ലെങ്കിൽ ഈ ഒരു ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 40% ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കുക. എന്തായിരിക്കും? അൺഫേവറബിൾ ടു ദി ഡെവലപ്മെന്റ് ഓഫ് അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് ലൈഫിന് അൺഫേവറബിൾ കണ്ടീഷൻ ആവുമല്ലേ ചെയ്യുന്നത് അല്ലെ. എല്ലാം അയച്ചു നോക്കുക, അതിനുശേഷം മാത്രം ആൻസർ പറയാം. ഓക്കെ, ഐശ്വര്യ ഡി ആണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷനിൽ വരുന്ന എന്താണ്? പൊല്യൂഷൻ ഹെവി ആയി മാറും അല്ലെ. ഹെവി പൊല്യൂഷൻ ആണ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ. നല്ലപോലെ ഡീകമ്പോസിഷൻ നടക്കും വേസ്റ്റിന്റെ. അപ്പൊ എന്ത് സംഭവിക്കും? പൊല്യൂഷൻ കൂടുന്നു. ഡിസോൾവ് ഓക്സിജൻ വീണ്ടും കുറഞ്ഞ് സീറോയിലേക്ക് എത്തുന്നു. 0%. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇത് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല. അപ്പൊ ആൽഗെ റീഅപ്പിയർ ചെയ്യുന്ന കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായി. ഞാൻ ഐശ്വര്യ പറഞ്ഞതിനുള്ള ഇതാണ് പറഞ്ഞത്. നമ്മുടെ ആക്റ്റീവ് ഡീകമ്പോസിഷൻ സോണിൽ 0% ആവുകയാണ് ചെയ്യുന്നത് എന്ത്? ഡിസോൾവ് ഓക്സിജന്റെ കണ്ടന്റ്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ഡീകമ്പോസിഷൻ 0% വരും. എന്ത് സംഭവിക്കും? അതവിടെ നിൽക്കട്ടെ. അടുത്ത സോൺ ഓഫ് റീകവറി നോക്കുക. സോൺ ഓഫ് റീകവറിയിൽ കംപ്ലീറ്റ് ഡീകമ്പോസിഷനും ശേഷം ഡിസോൾവ് ഓക്സിജൻ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു അപ് ടു 40%. ഓക്കെ, അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? എല്ലാവരും ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ. ബാക്ടീരിയ ആൻഡ് ഫ്ലോറ ഫ്ലറിഷസ്. ഫ്ലറിഷ് എന്ന് വെച്ചാൽ എന്താണ്? അത് നല്ലപോലെ പെരുകുന്നു. ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ സോൺ ഓഫ് ക്ലീനർ വാട്ടറിലാണ് ആൽഗെ അപ്പിയറൻസ് ഓഫ് യൂഷ്വൽ അക്വാട്ടിക് ലൈഫ്. ഓക്കെ, ഇതാർക്കും സംശയം കാണത്തില്ലല്ലോ. ക്ലീനർ വാട്ടറിൽ അപ്പിയറൻസ് ഓഫ് യൂഷ്വൽ അക്വാട്ടിക് ലൈഫ് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ആഷ്ലി സി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു എക്സാമിന്റെ സമയത്തും. സോൺ ഓഫ് ക്ലീനർ വാട്ടറിൽ എന്തായാലും CA വരുവുള്ള ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരെണ്ണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക കേട്ടോ. അപ്പൊ 4ന് കറസ്പോണ്ടിങ് C വരും. അപ്പൊ എന്തായാലും ഈ 2 ഓപ്ഷൻസ് വരാമല്ലോ. മനസ്സിലായല്ലോ. അപ്പൊ ബാക്കി അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരാൾ കൂടി കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോൺ ഓഫ് ക്ലീനർ വാട്ടറിൽ ഡിസോൾവ് ഓക്സിജൻ 100% ആണ് ആവുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. നല്ലപോലെ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ഓർഡറിൽ നമുക്ക് ഈ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രാഫ് കാണിച്ചേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സോൺ ഓഫ് ഡീഗ്രഡേഷൻ, അതിനുശേഷം സോൺ ഓഫ് ആക്റ്റീവ് ഡീകമ്പോസിഷൻ, പിന്നെ സോൺ ഓഫ് റീകവറി, സോൺ ഓഫ് ക്ലിയർ വാട്ടർ. ഈ ഓർഡർ ഇടുവാനും ചോദിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കാം. ദ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് പെർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്ക് ഫ്രം ദി കോസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ്, the cost of labors and other miscellaneous petty expenses required for its completion is known as. അതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ എന്താണ് മീൻസ് ഈ ഒരു 4 ഓപ്ഷനിൽ ഒരെണ്ണത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കുന്നതാണ് അത്. ഓക്കെ,
റേറ്റ്, അനാലിസിസ് ഓഫ് റേറ്റ്സ്, ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്, കോസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും പറഞ്ഞത്. അനാലിസിസ് ഓഫ് റേറ്റ്സ് അല്ലെ, അതിന് അതായത് നമ്മൾ അതിൽ ചെയ്യുന്ന എന്താണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ആക്ച്വലി എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെയിന്റിംഗ് അപ് ടു 15 centimeter in width or in girth and not in conjunction with a similar work shall be measured in centimeter square, meter square, meter, meter cube. ഓക്കെ, അനന്തു സി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്തേ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഇതൊന്ന് നോക്കാം. പെയിന്റിംഗ് അപ് ടു 15 centimeter in width or in girth and not in conjunction with similar work shall be measured in running meterലാണ്. ഓക്കെ, അതുപോലെ തന്നെ പെയിന്റിംഗ് ഓൺ കമ്പോണൻസ് ഓഫ് ട്രസ്സസ്, കോമ്പൗണ്ട് ഗർഡേഴ്സ്, സ്റ്റാൻജൻസ്, ലാറ്റിസസ് ആൻഡ് സിമിലർ വർക്ക് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബാക്കിയുള്ളവർ പറഞ്ഞില്ല. സനന്തു പറഞ്ഞത് കറക്റ്റ് ആണ്. റണ്ണിംഗ് മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് എ ബ്രിഡ്ജ് ഓഫ് 3 spans 50 meter each span at 30,000 per running meter of span. അപ്രോക്സിമേറ്റ് കോസ്റ്റ് ആണ് വേണ്ടത്. ഒരു ബ്രിഡ്ജിന്റെ 3 span ഉണ്ട്, ഓരോന്നും 50 മീറ്റർ ആണ്, ആൻഡ് അറ്റ് 30,000. ഓക്കെ, ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് അല്ലെ. നമ്പർ ഓഫ് സ്പാൻസേ ഇൻറ്റു ഓരോന്നിന്റെയും സ്പാനെ അല്ലെ, ഓരോ സ്പാന്റെയും ലെങ്ത് ഇൻറ്റു റേറ്റ്. സോ 3 into 50 into 30,000. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കോഎഫിഷ്യന്റ് ഓർ മൾട്ടിപ്ലൈങ് ഫാക്ടർ ഓഫ് ഫുള്ളി ഗ്ലേസ്ഡ് ഓർ ഗേജ്ഡ് ഡോർസ്. 0.5. എല്ലാത്തിന്റെ ഓരോ സൈഡാണ് കൊടുത്തേക്കുന്നത്. 0.5, 1 and 1/8, 1, 3/4. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അല്ലെ. നമുക്ക് ഒരുപാട് വാല്യൂസ് പഠിക്കാനുണ്ട്, അതിലിപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻസർ ചെയ്യുക. ഫുള്ളി ഗ്ലേസ്ഡ് ഓർ ഗേജ്ഡ് ഡോർ ആണ്. ഫുള്ളി ഗ്ലേസ്ഡ് ഡോറിന്റെ ഒരു സൈഡ് മാത്രം, ഓരോ സൈഡിലും. ഓക്കെ, നിജ എ ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്ത് ഇത്ര സമയം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു മൾട്ടിപ്ലൈങ് ഫാക്ടർ പഠിക്കുന്ന സമയത്ത് പുതിയ കോഡും പഴയ കോഡും പ്രകാരമുള്ള വാല്യൂസ് ഉണ്ട്. സോ പുതിയ കോഡ് വെച്ചിട്ട് പഠിക്കുക കേട്ടോ, പുതിയ കോഡിലെ വാല്യൂസ് വെച്ചിട്ട്. സോ നിജയും ആദിലയും എ ആണ് കമന്റ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്തേ. ഓക്കെ, ഈ ഫുള്ളി ഗ്ലേസ്ഡിന് 0.8 എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതും ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. കോഡുകൾ തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വാല്യൂസ് ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് പ്രകാരമുള്ള വാല്യൂ 0.5 ആണ്. ഓക്കെ, 0.8 എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ബെൻഡിങ് ആൻഡ് ബൈൻഡിങ് ഓഫ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ്സ് ഇൻ MKS സിസ്റ്റം. Unit of measurement of bending and binding of steel reinforcement in MKS system. Kilogram meter, quintal, ton, meter. ഓക്കെ, ഐശ്വര്യ ബി ആണ് പറഞ്ഞേക്കുന്നത്. ക്വിന്റൽ ആണ്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്യുക. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ബെൻഡിങ് ആൻഡ് ബൈൻഡിങ് ഓഫ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞത് ശരിയാണ്, ബി ആണ്. ക്വിന്റലിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിംഗ് all expenditure incurred from the beginning up to the end of completion of work is called. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The total cost of construction including all expenditure incurred from the beginning up to end of completion of work.
ഓക്കെ, ഇതിൽ സിയും ബിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അനന്തു ബി ആണ്, ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ കോസ്റ്റ് എന്നാണ് കേട്ടോ. ക്യാപിറ്റൽ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A fresh detailed estimate of the additional works in addition to the original estimate is. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, എ ഫ്രഷ് ഡീറ്റെയിൽഡ്, പക്ഷേ സിമ്പിൾ ആണെങ്കിലും ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി അഡീഷണൽ വർക്ക്സ് ആണ്. അഡീഷണൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെ ചെയ്യുന്ന എസ്റ്റിമേറ്റ്, അഡീഷണലി നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേറ്റ് അല്ലെ. പേര് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊവൈഡഡ് ഇൻ ദി പെർസെന്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്സ്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് എത്ര പെർസെന്റേജ് ആണ് ടോട്ടൽ കോസ്റ്റിന്റെ? ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 1.5 to 2% ആണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value at the end of the utility period without being dismantled. Scrap value, market value, salvage value, book value. Okay, without being dismantled ആണ്. ഡിസ്മാന്റിൽ ചെയ്യാതെയുള്ള വാല്യൂ. സോ ഇറ്റ് ഇസ് സാൽവേജ് വാല്യൂ. ഡിസ്മാന്റിൽ ചെയ്തിട്ടുള്ളതിന് ശേഷം എന്താണ്? സ്ക്രാപ്പ് വാല്യൂ എന്ന് വിളിക്കും അല്ലെ. ഓക്കെ, അപ്പൊ സാൽവേജ് വാല്യൂ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പേഴ്സൺ ഹു ടേക്സ് ദി ലോൺ ഇസ് നോൺ ആസ്. ലോൺ എടുക്കുന്ന ആളിനെ വിളിക്കുന്ന പേരെന്താണ്? മോർഗേജർ, ഫ്രീ ഹോൾഡ്, മോർഗേജി, ലെസർ. ഓക്കെ, മുബാറക്കും ജംഷീറും സി ആ പറഞ്ഞേക്കുന്നത്. സി തെറ്റാണ്, എ ആണ് കേട്ടോ. മോർഗേജർ എന്ന് പറയുന്ന ആരാണ്? ലോൺ എടുക്കുന്ന ആളാണ്. ബോറോവറിനെ വിളിക്കുന്ന പേരാണ് മോർഗേജർ. ലോൺ കൊടുക്കുന്ന ആള് മീൻസ് ബാങ്ക് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അതെന്ന് പറയുന്നതാണ് മോർഗേജ് വരുന്നത് കേട്ടോ. സോ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The cost under item of work is calculated from quantities already computed workable rate and the total cost is worked out in a prescribed form is called. Detailed estimate, abstract estimate, both A and B, none of the above. The cost under item of work is calculated from quantities. അതായത് നേരത്തെ തന്നെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് അതിൻ്റെ കൂടെ റേറ്റും കൂടി ഇട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്, ആ ഒരു ഫോർമാറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, അനന്തവും ഐശ്വര്യയും. ഓക്കെ ഓക്കെ, എല്ലാരും ബി ആണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് ആണ്. അബ്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെ, റേറ്റ് വെച്ചിട്ട്. ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അതിന്റെ കൂടെ അബ്സ്ട്രാക്റ്റും കൂടി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the age of the building is 10 to 20 years, then total depreciation is. ഏജ് ഓഫ് ബിൽഡിംഗ് 10 മുതൽ 20 വർഷം ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര ശതമാനമായിരിക്കും? ഓക്കെ, ഈ 0.7 പെർസെന്റേജ് ഉണ്ട് കേട്ടോ. ഓക്കെ, 0.7%, 15%, 9%, 7.5%. ഓക്കെ, അനന്തു ഡി ആണ് കമന്റ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളവർക്ക് അറിയില്ലെന്ന് വിചാരിക്കുന്നു. സോ 7.5% അനന്തു പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. 10 വർഷം ആകുമ്പോൾ 7.5% ആണ്. അപ്പൊ ഒരു വർഷം ആകുമ്പോൾ എന്ത് വരും? 0.75% വരും. ഓക്കെ, ഈ 10 to 20 ഇയേഴ്സിന്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ 10 to 20 എന്ന് പറയുമ്പോൾ എന്താണ്? 10 വർഷം അല്ലെ. 10 വർഷത്തിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണ് 7.5%.
അപ്പൊ ഈ 20 ഇയേഴ്സിൽ പെർ ഇയർ ആണെങ്കിലോ 0.75 വന്നേനെ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലിസ്റ്റും കൂടി പഠിച്ചു വെച്ചേക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നോർമലായിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ ഒരു വാല്യൂ ആണ്, പക്ഷെ ബാക്കിയുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. 5 to 10 ഇയേഴ്സ് ആണെങ്കിൽ 2.5% ആണ്. ഓക്കെ, 5 to 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടലി 5 വർഷം. 5 വർഷം ആകുമ്പോൾ എന്താണ് 2.5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 0.5 എന്ന് കിട്ടും. ഓക്കെ, 10 to 20 ഇയേഴ്സ് വരുമ്പോൾ 7.5 ആണ്. 10 വർഷത്തിന് 7.5 ആണെങ്കിൽ ഒരു വർഷത്തിന് 0.75. നെക്സ്റ്റ് 20 to 40 ഇയേഴ്സ് 20% ആണ്. 20ഉം 40ഉം പറയുമ്പോൾ 20 വർഷം. അപ്പോൾ ഒരു വർഷം എത്ര വരും? 1%. നെക്സ്റ്റ് 40 to 80 ഇയേഴ്സ് വരുമ്പോൾ 40 വർഷങ്ങളാണ്. മൊത്തത്തിൽ 60%. സോ ഒരു വർഷത്തിന് 1.5%. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വാല്യൂസും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 7.5% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് ഇസ് 10%, 6%, 8%, 12% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഓക്കെ, 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് സ്ക്രാപ്പ് വാല്യൂ. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ പെയിന്റിംഗ് ഓർ വാർണിഷിംഗ് ഓർ വെനീഷ്യൻ ഡോർസ് ദ വൺ സർഫസ് ഏരിയ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ. ഓക്കെ, അനന്തു ഡി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്തേ. ബോത്ത് സൈഡ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഈച്ച് സൈഡ് ആയിരുന്നു, ഇത് ബോത്ത് സൈഡ്സ് ആണ്. ഓക്കെ, ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. 3 times. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻസിൽ പ്രകാരം നിങ്ങൾ പുതിയ വാല്യൂസ് ആണോ പഴയ വാല്യൂസ് ആണോ എന്നുള്ളതനുസരിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദി കംപ്ലീറ്റ് വർക്ക് ഓഫ് ഓർണമെന്റൽ ഓർ ലാർജ് കോർണേഴ്സ് ദ പേയ്മെന്റ് ഈസ് ഡൺ. ഫോർ ദി കംപ്ലീറ്റ് വർക്ക് ഓഫ് ഓർണമെന്റൽ ഓർ ലാർജ് കോർണേഴ്സ് ദ പേയ്മെന്റ് ഈസ് ഡൺ. ഓക്കെ, ലാർജ് കോർണേഴ്സ് വരുമ്പോൾ നമുക്കറിയാം അല്ലെ എന്തിലാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, കോർണേഴ്സ് വരുമ്പോൾ കറക്റ്റ് ആണ് ആൻസർ. പെർ മീറ്ററിലായിരിക്കും നമ്മൾ റേറ്റ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, പെർ മീറ്റർ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസിഡന്റൽ എക്സ്പെൻസസ് ഓഫ് മിസലേനിയസ് ക്യാരക്ടർ ഇൻ ആൻ എസ്റ്റിമേറ്റ് ഇസ്. ഓക്കെ, ഇൻസിഡന്റൽ എക്സ്പെൻസസ് ഓഫ് മിസലേനിയസ് ക്യാരക്ടേഴ്സ് ഇൻ ആൻ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 3 to 5% ആണ്. ഈ ഒരു എക്സ്പെൻസിനെ വിളിക്കുന്ന പേരെന്താണെന്നും കൂടി കമന്റ് ചെയ്താൽ കൊള്ളാം. ഇൻസിഡന്റൽ എക്സ്പെൻസസ് ഓഫ് മിസലേനിയസ് ക്യാരക്ടറിനെ വിളിക്കുന്ന പേരെന്താണ്? യെസ്, അതെ അതെ, കണ്ടിൻജൻസീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കണ്ടിൻജൻസീസ്, അതെ കറക്റ്റ് ആണ്. കണ്ടിൻജൻസീസ് എന്നാണ് നമ്മൾ നോർമലായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത്. സോ ഇങ്ങനെ ചോദിച്ചാലും സെയിം തന്നെ, 3 to 5% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് 1 cubic feet പോർട്ട്ലാൻഡ് സിമെന്റ്. യൂണിറ്റ് ആലോചിക്കുക, 1 cubic feet ആണ്. പോർട്ട്ലാൻഡ് സിമെന്റിന്റെ 1 cubic feetലുള്ള വെയിറ്റ് ആണ് വേണ്ടത്. ഓക്കെ, ഐശ്വര്യ സി ആണ് കമന്റ് ചെയ്തേക്കണം. ബാക്കിയുള്ളവർ കൂടി കമന്റ് ചെയ്യുക. ഓക്കെ, ഒരു ഫീറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 35 പോയിന്റ്. നിങ്ങൾ സർവേയിൽ പഠിക്കുന്നുണ്ടായിരിക്കും അല്ലെ, യൂണിറ്റ് കൺവേർഷൻസിൽ 36 മീറ്റർ ക്യൂബ് വരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്കറിയാലോ, ഒരു മീറ്റർ ക്യൂബ് 0.035 മീറ്റർ ക്യൂബ് ആണ് ഒരു ബാഗ് സിമെന്റ് അല്ലെ. അതെന്ന് വെച്ചാൽ 50 കിലോഗ്രാം ആണ്. സോ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീറ്റ് ക്യൂബിലുള്ള വാല്യൂ കിട്ടും. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. അതായത് ഒരു ബാഗ് സിമെന്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഒരു ബാഗ് എന്ന് പറയുമ്പോൾ 0.035 മീറ്റർ ക്യൂബും ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഒരു മീറ്റർ ക്യൂബ് എത്ര ഫീറ്റ് ക്യൂബ് ആണ്? 36 ഏകദേശം. കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 35 പോയിന്റ് സംതിങ് വരും. ഓക്കെ, 35.332 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം. ഓക്കെ, ഇത്രയും ഫീറ്റ് ക്യൂബ് ആണ്. ഇനിയിപ്പം ഫീറ്റ് ക്യൂബിന് എത്ര കിലോഗ്രാം എന്ന് നോക്കാൻ പറ്റുമല്ലോ, ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് ആൻസർ വരുന്നത് ഏകദേശം ഒരു 40 പോയിന്റ് സംതിങ് വരും. ഓക്കെ, സോ ആൻസർ സി കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. സോ 41 കിലോഗ്രാം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേറെ വല്ല വഴികളും ഉണ്ടെങ്കിൽ ആ രീതിയിൽ
പഠിക്കുക. സോ 41 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെയിറ്റ് ഓഫ് 12 mm diameter MS bar in kilogram for 10 meter is. നിങ്ങളുടെ സ്റ്റീലിന്റെ അകത്ത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് RCC ആൻഡ് സ്റ്റീലില് ഓരോ ഡയമീറ്റർ ബാറുകളുടെയും വെയിറ്റ് കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കോളമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി അല്ലേ. d²/162 ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്നുള്ളത്. d² d എന്ന് വെച്ചാൽ ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12ന്റെ സ്ക്വയർ/162 ചെയ്യുക. ഓക്കെ, ഇതിന്റെ ആൻസർ ഓക്കെ, ഇതിന്റെ ആൻസർ ആണ് അനഘ പറഞ്ഞത്. അനഘ A ആണ് പറഞ്ഞേക്കുന്നത്, മുബാറക്ക് C ആണ്. ഓക്കെ, 12²/162 ചെയ്യുമ്പോൾ ഏകദേശം ഒരു 0.888 സംതിങ് കിട്ടും. ഓക്കെ, ഫോർ 10 മീറ്റർ ആണ് കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 8.88 എന്ന് കിട്ടും. ഓക്കെ, ശ്രീനിക്ക് C ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. 12²/162, അതായത് d²/162 ആണ് ഇക്വേഷൻ, വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതില് കിട്ടുന്നത് ഇതിലാണ്, പക്ഷെ 10 മീറ്ററിനുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. പെർ മീറ്ററിലുള്ള വാല്യൂ ആണ് ഇത് അല്ലെ, വെയിറ്റ് പെർ മീറ്റർ. സോ 10 മീറ്ററിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ എന്ത് വരും, 0.88നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8.88 8.9 കിലോഗ്രാം എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ ദ സപ്ലൈ ഓഫ് സ്റ്റിഫ് പെയിന്റ്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ MKS സിസ്റ്റം ഇസ്. യൂണിറ്റ് ഓഫ് മെഷർമെന്റിന്റെ യൂണിറ്റ് ആണ്, മെഷർമെന്റ് യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, കിലോഗ്രാം പെർ ബോട്ടിൽ, ലിറ്റർ, നൺ ഓഫ് ദിസ്. ഓക്കെ, എല്ലാവരും A ആണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കിലോഗ്രാമിലാണ് സ്റ്റിഫ് പെയിന്റിന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റംബറും ഒക്കെ കിലോഗ്രാമിലാണ് കേട്ടോ, ഡിസ്റ്റംബർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലാത്തത് ഏതാണ്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ്, ഇയേഴ്സ് പർച്ചേസ് മെത്തേഡ്, സിംഗിങ് ഫണ്ട് മെത്തേഡ്. ഓക്കെ, മുബാറക്ക് C ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്ത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലാത്ത മെത്തേഡ്. ഇതിൽ 3 എണ്ണം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആണ്, ഒരെണ്ണം അല്ല. ഓക്കെ, C കറക്റ്റ് ആണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെല്ലാം. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ്, സിംഗിങ് ഫണ്ട് മെത്തേഡ്, ഇത് മൂന്നും എന്തിനുള്ളതാണ്? കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഉള്ളതാണ്. ഇതിന്റെ കൂടെ ഒരു മെത്തേഡും കൂടി ഉണ്ട്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. ഓക്കെ, 4 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇയേഴ്സ് പർച്ചേസ് മെത്തേഡ് മാത്രം അല്ല. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, അല്ലാത്തത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Generally, while specifying for earthwork in foundation, trenches, drains, etc., lead is specified as 1.5 meter, 30 meter, 50 meter, 100 meter. Generally, while specifying for earthwork in foundation, trenches, drains, etc. Okay, ഡോണ B ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്തേ. എല്ലാവർക്കും സംശയങ്ങളാണ്, B ആണോ C ആണോ എന്നുള്ളത് അല്ലേ. ഓക്കെ, ഡോണ B ആണ്, നിജ C ആണ് പറഞ്ഞേക്കുന്നത്. 30 മീറ്ററും 50 മീറ്ററും നമുക്ക് പരീക്ഷകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉള്ള വാല്യൂസ് ആണ്. ഓക്കെ, നമ്മുടെ നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന വാല്യൂ 30 മീറ്റർ ആണ്. പക്ഷെ അവിടെ PSC എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ PSCയുടെ ആൻസർ ആയിട്ട് അവർ പറയാറുള്ളത് 50 മീറ്റർ ആണ്. ഓക്കെ, പിന്നെ ചില ടൈമിലൊക്കെ അത് റിപ്പോർട്ട് അടിച്ച് ക്യാൻസൽ ആയി പോവാറൊക്കെ ഉണ്ട്. പക്ഷെ ക്യാൻസൽ ആവാത്ത ടൈമിൽ 50 മീറ്റർ എന്നുള്ള രീതിയിലാണ് PSCയുടെ ഫൈനൽ ആൻസർ കീഴിൽ വരാറുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ നിമിയില് 30 മീറ്റർ ആണെങ്കിലും PSCയുടെ ആൻസറിൽ ചിലപ്പോഴൊക്കെ 50 മീറ്റർ ആണ് പറയാറുള്ളത്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 30 മീറ്ററും 50 മീറ്ററും നമ്മൾ കാണാറുള്ളതാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദി ക്യാപിറ്റൽ എമൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഏത് പഠിക്കണം എന്നുള്ളത്. സോ PSCയുടെ ആൻസർ 50 മീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു 50 മീറ്റർ മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ദ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദി ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി ഇസ് നോൺ ആസ് ആനുവിറ്റി, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, ക്യാപിറ്റൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ.
ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ആന്വിറ്റി ആണ് അല്ലെ, ആനുവൽ പീരിയോഡിക് പേയ്മെന്റ്സ് ഫോർ റീപേയ്മെന്റ് എന്ന് പറയുന്നത് ആന്വിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് സെപ്റ്റിക് ടാങ്ക്? Sedimentation tank with the provision of storage and digestion of sludge. Digestion of sludge is done by aerobic bacteria inside the tank. Then periodic cleaning of septic tank is required as accumulation of sludge can decrease capacity of tank. Effluent from septic tank can be taken into soak pit for disposal. ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, എല്ലാവരും പറയുന്ന ആൻസർ ബി ആണ്. ഓക്കെ, സെഡിമെന്റേഷൻ ടാങ്ക് വിത്ത് പ്രൊവിഷൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ഡൈജഷൻ ഓഫ് സ്ലഡ്ജ് അല്ലെ, അതിനാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എയറോബിക് ബാക്ടീരിയ എന്നാണ് പറഞ്ഞേക്കുന്നത്, ആക്ച്വലി അണയറോബിക് ബാക്ടീരിയ ആണ് അല്ലെ, ഇതിന്റെ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് അല്ലെ. ശ്രീനി സി അല്ല കേട്ടോ. പീരിയോഡിക് ക്ലീനിങ് വേണ്ടേ, അല്ലെങ്കിൽ കപ്പാസിറ്റി മീൻസ് കുറയത്തില്ലേ, മൊത്തം വന്ന് തങ്ങി നിന്നിട്ട് അക്യൂമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കപ്പാസിറ്റി കുറയും. അത് കറക്റ്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. സോ ഡൈജഷൻ ഓഫ് സ്ലഡ്ജ് ഇസ് ഡൺ ബൈ എയറോബിക് ബാക്ടീരിയ അല്ല, അണയറോബിക് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ അണയറോബിക് ഡൈജഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇത് തെറ്റാണ്, അണയറോബിക് ബാക്ടീരിയ ആണ്. ഓക്കെ, സോ ആൻസർ വരുന്ന ഏതാണ്? ബി ആണ്, only 2. Okay, next question. Application of excess chlorine usually when there is epidemic is known as. Epidemic condition വരുമ്പോൾ നമ്മൾ എക്സസ് ക്ലോറിൻ ആഡ് ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ, ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ, പോസ്റ്റ് ക്ലോറിനേഷൻ. ഓക്കെ, മുബാർക്ക് ഐശ്വര്യൻ ബി ആ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്യുക. ഓക്കെ, സൂപ്പർ ക്ലോറിനേഷൻ ആണ് അല്ലെ. എപ്പിഡമിക് സിറ്റുവേഷൻ നമ്മൾ വീണ്ടും എക്സസ് ക്ലോറിൻ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സൂപ്പർ ക്ലോറിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ്നെസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സൾഫേറ്റ്സ്, ക്ലോറൈഡ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ഇൻ വാട്ടർ ഇസ് നോൺ ആസ്. ഓക്കെ, എല്ലാവരും സി ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. പെർമനന്റ് ഹാർഡ്നെസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. ഓക്കെ, പെർമനന്റ് ഹാർഡ്നെസ് കറക്റ്റ് ആണ്. ഇതിൽ ടെമ്പററി ഹാർഡ്നെസ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാർബണേറ്റ് ഹാർഡ്നെസ്. അപ്പോൾ പെർമനന്റ് ഹാർഡ്നെസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഓക്കെ, അതാണ് പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? കാർബണേറ്റ് ഹാർഡ്നെസ് അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് ഡ്യൂ ടു കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം അല്ലെ, അതാണ് ടെമ്പററി ഹാർഡ്നെസ് അല്ലെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്ത് മൂലമാണ് ഉണ്ടാകുന്നത് ഓൾറെഡി നമ്മൾ ക്വസ്റ്റിനിൽ കണ്ടതാണ്. പിന്നെ ടെമ്പററി ഹാർഡ്നെസ് അല്ലെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ബോയിൽ ചെയ്യിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ലൈം ആഡ് ചെയ്യുക. പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റനിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം വൺ മെത്തേഡ് ടു റിമൂവ് പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്: ബോയിലിംഗ്, സിയോലൈറ്റ് പ്രോസസ്, ആഡിങ് ലൈം, നൺ ഓഫ് ദിസ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സിയോലൈറ്റ് പ്രോസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഫോർ റിമൂവിംഗ് പെർമനന്റ് ഹാർഡ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഇസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ സെപ്റ്റിക് ടാങ്ക്? സെപ്റ്റിക് ടാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഓപ്ഷൻസും ക്വസ്റ്റ്യൻസിൽ വരാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, depreciation of a property is equal to annual sinking A plus the interest on the fund for that year is applicable in. അതായത് ഏത് മെത്തേഡിലാണ് ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഓൾ ദി അബവ്. Depreciation of a property is equal to annual sinking fund plus അല്ലെങ്കിൽ annual sinking A plus interest. അങ്ങനെ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്?
അതുപോലെ തന്നെ എല്ലാ മെത്തേഡ്സിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്, ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സിങ്കിങ് ഫണ്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെ, അതാണ്. സോ സി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. പിന്നെ ഓരോന്നിന്റെ ഇക്വേഷൻസും ചെയ്യുന്ന രീതികളും ഒക്കെ മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടി ഡ്യൂ ടു ഇറ്റ് സൈസ്, ഷേപ്പ്, ലൊക്കേഷൻ ഫെച്ചസ് മോർ വാല്യൂ ഇറ്റ് ഈസ് നോൺ ആസ്. പ്രോപ്പർട്ടി ഡ്യൂ ടു ഇറ്റ് സൈസ്, ഷേപ്പ്, ലൊക്കേഷൻ ഫെച്ചസ് മോർ വാല്യൂ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ബുക്ക് വാല്യൂ, അക്കോമഡേഷൻ വാല്യൂ, പൊട്ടൻഷ്യൽ വാല്യൂ, മോണോപോളി വാല്യൂ. ഓക്കെ, ഐശ്വര്യ ഡി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ കൂടി കമന്റ് ചെയ്യുക. ഓക്കെ, ഐശ്വര്യ, മുബാറക്ക്, ഡോണ, അനന്തു, ബാക്കിയുള്ളവർ കമന്റ് ചെയ്തേ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മോണോപോളി വാല്യൂ എന്നാണ് വിളിക്കുന്നത് അല്ലെ. പ്രോപ്പർട്ടി ഡ്യൂ ടു, അതായത് സൈസും ഷേപ്പും അത് ഇരിക്കുന്ന ലൊക്കേഷനും വെച്ചിട്ട് ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു മീൻസ് വാല്യൂനെ വിളിക്കാൻ, വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് മോണോപോളി വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊയാഗുലേഷൻ ഇസ് അഡോപ്റ്റഡ് ഫോർ റിമൂവിംഗ് കളർ, കൊളോയിഡൽ സോളിഡ്സ്, ഡിസോൾവ്ഡ് ഗ്യാസസ്, ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കൊയാഗുലേഷൻ നമ്മൾ എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കൊളോയിഡൽ സോളിഡ്സ് ആണ്. കൊളോയിഡൽ സോളിഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് സീവർ ഗ്യാസസ് ഫ്രം എന്ററിംഗ് ദി ബിൽഡിംഗ്? ഫിൽറ്റർ, വാക്വം പമ്പ്, വെന്റിലേറ്റർ, ട്രാപ്പ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും ഡി ആണ് ആൻസർ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ട്രാപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. സീവർ ഗ്യാസസ് ഉള്ളിലേക്ക് വരാതെ പുറത്തുതള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫിറ്റിങ്ങിന്റെ പേര് ട്രാപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ട്രാപ്പ് ഈസ് യൂസ് ഇൻ ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ്? ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാപ്പ് ഏത് ടൈപ്പ് ആണ്? എസ് ട്രാപ്പ്, യു ട്രാപ്പ്, ടി ട്രാപ്പ്, ഗള്ളി ട്രാപ്പ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആന്റി സൈഫോണൈറ്റ് ട്രാപ്പ് ഒക്കെയാണ് അല്ലെ. ആന്റി സൈഫോണൈറ്റ് പൈപ്പ്. അപ്പൊ ആ ആന്റി സൈഫോണൈറ്റ് പൈപ്പ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ എത്രയാണ്, മീൻസ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്, അതൊക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ അതിന്റെ ഇൻക്ലിനേഷൻ നോക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് കറക്റ്റ് ആണ്. പി ട്രാപ്പ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കഷനിലുള്ളത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മീൻസ് ഓവറോൾ ഒരു റിവിഷൻ പോലെ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ?